യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ ട്രംപിന്റെ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം സ്ഥാനമൊഴിയും മുമ്പ് പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്നായിരുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം. അത് സാധിക്കാതെ വന്നതിനാൽ ഇനി കണ്ണുകളെല്ലാം ട്രംപിന്റെ നേർക്കാണ്. 3 വർഷമായി പരിഹാരമില്ലാതെ തുടരുന്ന യുദ്ധത്തിന് പരിഹാരം കാണാനായാൽ അത് ട്രംപിന്റെ രണ്ടാം ടേമിൽ സ്വന്തം അക്കൗണ്ടിൽ ചേർക്കപ്പെടുമെന്നതിനാൽ പല വഴികളിലൂടെയും ശ്രമം നടത്തുകയാണ് ട്രംപ്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉടനുണ്ടായില്ലെങ്കിൽ ഉയർന്ന താരിഫും നികുതിയും ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ പരാജയപ്പെടുകയാണെന്ന് വാദിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ അമേരിക്ക റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കഴിഞ്ഞത് ശ്രദ്ധേയമാണ്. ഒപ്പം റഷ്യയുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ തകർക്കാൻ നോക്കി. ആയുധബലം കൊണ്ട് അതിശക്തരായ റഷ്യയെ യുക്രൈനു മുന്നിൽ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ കുബുദ്ധിയാണ് ഈ നീക്കത്തിന് പിന്നിൽ. താനാണ് പ്രസിഡന്റ് ആയിരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നുവെന്നാണ് ട്രംപിന്റെ വാദം. ഇരുവരും തമ്മിലുള്ള യുദ്ധം എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ അവസാനിപ്പിക്കാം. താൻ എളുപ്പവഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് ട്രംപ് കുറിക്കുന്നത്. ഈ എളുപ്പവഴി എന്നത് റഷ്യ കീഴടങ്ങുക എന്നതാവണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി പുടിനെ കാണുമെന്ന് ട്രംപ് പറയുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രയും വേഗം അവസാനിപ്പിക്കാൻ ട്രംപ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. 100 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ പ്രതിനിധിയായ കീത്ത് കെല്ലോഗിന് ട്രംപ് നിർദ്ദേശം നൽകിയതായി വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു. നിലവിൽ സമാധാന കരാറിൽ അനുഭാവ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന റഷ്യയുടെ പ്രകോപന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെ പ്രസിഡന്റ് ട്രംപ് വിമർശിക്കുന്നുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ വിസമ്മതിച്ചുകൊണ്ട് റഷ്യയെ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് ട്രംപിന്റെ വിമർശനം. സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ ഒരു തരത്തിലുള്ള പ്രവചനാതീതത സൃഷ്ടിക്കുന്നുണ്ട്. ട്രംപിന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള തിരിച്ചുവരവ് നയതന്ത്ര പ്രമേയത്തിനുള്ള പ്രതീക്ഷയും യുക്രൈനിന് ഉയർന്ന വില നൽകേണ്ടിവരുമെന്ന ഭയവും ഉണർത്തുന്നു. ട്രംപിന്റെ ഉപദേശകരിൽ ചിലർ യുക്രൈനിന്റെ വലിയ ഭാഗങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ പോലും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് യുക്രൈന് തിരിച്ചടിയാകും. എന്തൊക്കെയായാലും ഉടനൊരു സമാധാന ഉടമ്പടിയിലെത്താൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് റഷ്യ നൽകുന്ന സൂചന. യുക്രൈനോട് നാറ്റോയിൽ ചേരരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ചില തലത്തിലുള്ള സൈനികവൽക്കരണത്തിന് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും റഷ്യ സമാധാനം കൊണ്ടുവരുന്നതിന് പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി അംബാസിഡർ ദിമിത്രി പോളിയാൻസ്കി അഭിപ്രായപ്പെടുന്നു. പടിഞ്ഞാറിൽ റഷ്യയ്ക്കുമേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം നീക്കി റഷ്യയ്ക്ക് അവകാശപ്പെട്ട ക്രിമിയയുടെയും 4 യുക്രൈനിയൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം തിരികെ പിടിക്കലാണ് റഷ്യയുടെ ലക്ഷ്യം. ഒപ്പം യുക്രൈനിൽ ഒരു റഷ്യൻ അനുകൂല ഭരണകൂടം സ്ഥാപിക്കുക എന്നതും. യുദ്ധക്കളത്തിൽ റഷ്യ അതിവേഗം മുന്നേറുകയാണ്. പടിഞ്ഞാറിനെതിരായ പോരാട്ടത്തിൽ ശക്തി പ്രകടനമെന്ന നിലയിൽ പുടിൻ തന്റെ 2 പ്രധാന സഖ്യകക്ഷികളായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായും ചൈനീസ് നേതാവ് ഷീ ജിൻ പിങ്ങുമായും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. യുദ്ധത്തിൽ യുക്രൈന് ആയുധസഹായം നൽകുന്നതിന് പകരം റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ചെലുത്തി യുക്രൈന് പിന്തുണ നൽകാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഭീഷണിയിലൂടെ റഷ്യയെ ചർച്ചകൾക്കായി ട്രംപ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള സ്രോതസ്സുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന ആത്മവിശ്വാസം റഷ്യയ്ക്കുണ്ട്. കരാറിൽ ഏർപ്പെട്ടാൽ അവർക്ക് തങ്ങളുടെ വിഭവങ്ങൾ ലാഭിക്കാമെങ്കിലും കരാറിനെ സമ്മതിച്ചില്ല എങ്കിലും എത്ര കാലം വേണമെങ്കിലും പോരാടാൻ റഷ്യ തയ്യാറാണ്. അതുകൊണ്ടുതന്നെ ട്രംപിന്റെ ഭീഷണികളൊന്നും റഷ്യയെ വലുതായി ഏൽക്കില്ല. അതേസമയം യുക്രൈനിന്റെ ആയുധശേഷി ശോഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിന് $20 ബില്യൺ സെലൻസ്കി ആവശ്യപ്പെടുന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലും ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് യുക്രൈനിനായി €3 ബില്യൺ സഹായ പാക്കേജ് വൈകിപ്പിച്ചതിന് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക്കും പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും അടിയന്തര സഹായം നിർദ്ദേശിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ഷോൾസ് മടിച്ചു എന്നാണ് ആരോപണം.